യാത്രകൾ എന്നും പുതുമയുള്ളതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരേ സ്ഥലങ്ങളിലേക്ക് പലവട്ടം പോകുമ്പോഴും പുതിയതെന്തെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. ഓർമ്മകൾക്ക് ഭാരം കൂടാൻ പിന്നെ എന്ത് വേണം? ഓരോ ദിവസങ്ങളും നാളത്തെ ഓർമ്മകളല്ലേ. ഇനിയൊരിക്കൽ ജരാനരകൾ ബാധിക്കുമ്പോൾ ഉമ്മറത്തെ ചാരുകസേര മെല്ലെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ട് ഊളിയിട്ടിറങ്ങാൻ ഓർമ്മകളല്ലാതെ മറ്റെന്ത് സമ്പാദിക്കാനാണ്? ഇത്തവണയും പോയത് വയനാട്ടിലേക്കാണ്. വയനാട് പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പുള്ള പറുദീസ. മുത്തങ്ങയിലുള്ള ഹോം സ്റ്റേയിൽ ഞങ്ങൾ എത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. യാത്രകൾ എന്നെ എപ്പോഴും എന്ന പോലെ അപ്പോഴും ക്ഷീണിതനാക്കി. 2 ഹട്ടുകളിൽ ഒന്നിൽ കയറി ഉറങ്ങി എണീറ്റപ്പോഴേക്കും എല്ലാം സെറ്റ്. പുറത്തെ സ്വിമ്മിംഗ് പൂളിൽ തണുത്ത വെള്ളം ചെറിയ ഓളങ്ങളുണ്ടാക്കി. അതിലേക്ക് കൂട്ടുകാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും സുന്ദരനും സുമുഖനുമായ ഒരുവൻ ചാടി ചെറിയ ഓളങ്ങൾ വലിയ ഓളങ്ങളാക്കി. തണുക്കുമോ എന്ന പേടി കൊണ്ട് പൂളിൽ ചാടാൻ ഞാൻ മടിച്ചു. ചേതനും അഖിലും പൂളിൽ ബോൾ കളിക്കുന്നത് മൊബൈലിൽ പകർത്തി ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ തണുപ്പിനെ വകവയ്ക്കാതെ ഞാനും ചാടി പൂളിലേക്ക്. കുത്തിമുറിച്ചിലും ചെവിയിൽ വെള്ളം കയറലുമൊക്കെ കഴിഞ്ഞ് തലതോർത്തി കയറുമ്പോഴേക്കും ബാക്കി 3 പേരും രാത്രി ഉണ്ടാക്കാനുള്ള ചിക്കനും മറ്റും വാങ്ങി എത്തിയിരുന്നു. ഹോം സ്റ്റേയുടെ അടുക്കള ഞങ്ങൾ കയ്യേറി. കാടമുട്ട പുഴുങ്ങി ജിത്തുവേട്ടൻ കഴിവ് തെളിയിച്ചു. ഇഞ്ചി തോല് കളഞ്ഞും സവാള മുറിച്ചും ചേതൻ, കോഴി മസാല പുരട്ടി നിതിൻ. അങ്ങനെ പാചകം പുരോഗമിച്ചു. ഒരു ചൂടൻ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് പനമരത്തിൽ തീർത്ത ആ ബെഞ്ചിലിരിക്കുമ്പോൾ ആ മറയ്ക്കപ്പുറത്ത് നിന്ന് മാനുകൾ അന്തം വിട്ടോടുന്നത് മിന്നായം പോലെ ഞാൻ കണ്ടു. ക്യാമറ ഓണാക്കി ചെല്ലുമ്പോഴേക്കും മാനുകൾ വീട് പിടിച്ചിരുന്നു. വരുന്ന വഴി മാനിനെയും മയിലിനെയും കണ്ടതോർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് പനമരത്തിൻ്റെ ബെഞ്ചിൽ വീണ്ടും പോയിരുന്ന് തണുത്തുപോയ കട്ടൻ ചായ മോന്തി കുടിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും ചെന്നു. അവിടെ ഇറച്ചിക്കറി കാലായിട്ടുണ്ട്. കൂട്ടത്തിൽ ബ്രെഡും ഗ്രിൽ ചെയ്യാനുള്ള ചിക്കനും തയ്യാർ. രാത്രിത്തെ ഗാനമേളയും നൃത്തച്ചുവടുകളും ഗ്രില്ലിങ്ങും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോയി. ഡേഞ്ചർ എന്ന് എഴുതി വെച്ച ഇലക്ട്രിക് ഫെൻസ് കടന്ന് പാടം പോലെ തോന്നിക്കുന്ന കരിഞ്ഞ ഇലകളും ചുള്ളിക്കൊമ്പുകളുമുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു. വലതുവശത്ത് ഒരു വെള്ളക്കെട്ടുണ്ട്. മീൻ കൃഷിയായിരിക്കണം. കൂട്ടത്തിൽ റീൽസിന് വേണ്ടി എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുന്നത് കണ്ടു. ഇത്തവണ ക്യാമറാമാൻ ആകാൻ മെനക്കെടാതെ ഞാൻ കൂടെ ഡാൻസ് കളിച്ചു. കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി രാവിലേക്ക് നല്ലപോലെ കുറുകി സ്വാദിഷ്ടമായിരുന്നു. ഓരോ പൊറോട്ടയും കൂട്ടി കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ ബ്രെഡും കുറച്ച് പൊറോട്ടയും ബാക്കി വന്ന ചിക്കനും കൊണ്ടൊരു മിക്സാക്കി പാർസൽ ചെയ്തു. യാത്രകൾക്കിടയിൽ വണ്ടി നിർത്തി പാർസൽ തുറന്ന് കൈയിട്ട് വാരി കഴിക്കുന്നതിൻ്റെ അനുഭൂതി ഒന്ന് വേറെ തന്നെയല്ലേ. അന്ന് ഞങ്ങൾ പോയത് ഗുണ്ടൽപേട്ടുള്ള ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. ഒരു മലമുകളിലാണ് ഗോപാലസ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. താഴെ വണ്ടി നിർത്തി കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സിൽ വേണം മലമുകളിലേക്ക് പോകാൻ. അത്രയും വലിയ വണ്ടി ആ ഡ്രൈവർ പൂ പോലെ ഒരു ചെറിയ റോഡിൽ കൂടി ഓടിച്ചു കൊണ്ടുപോയി. അയാളൊരു ഹീറോ തന്നെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ചെന്ന് കയറിയതും ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു ടെമ്പിളിൻ്റെ പരിസരത്ത്. കൊമ്പൻ എന്ന് പറഞ്ഞാൽ കാട്ടുകൊമ്പൻ. അവൻ അവിടെയും ഇവിടെയും പ്രൗഢിയോടെ നടന്നു. അതുകണ്ട് വീഡിയോയും എടുത്ത് കാണികൾ, കൂട്ടത്തിൽ ഞങ്ങളും. വൈകുന്നേരത്തോടെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് നിന്ന് തിരികെ കോഴിക്കോടേക്ക്. ചുരം മുഴുവൻ ബ്ലോക്കായതുകൊണ്ട് ഏറെ വൈകി വീട്ടിലേക്കും.